2025 സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ (SIR) ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ഏറ്റവും വലിയ തിരുത്തലായി മാറി. ഏകദേശം 69 ലക്ഷം വ്യാജ വോട്ടേഴ്സ്, അതായത് ഇരട്ടപ്പേരുള്ളവർ, മരിച്ചവരുടെ പേരുകൾ നീക്കം ചെയ്തു. കൂടാതെ 21.5 ലക്ഷം പുതിയ വോട്ടർമാരെ ചേർക്കുകയും ചെയ്തു. അങ്ങനെ അന്തിമ പട്ടിക 7.42 കോടിയായി. 2 ദശാബ്ദത്തിന് ശേഷം നടന്ന ഈ ശുദ്ധീകരണം ജനാധിപത്യത്തെ കൂടുതൽ വിശ്വസനീയമാക്കുന്നു. എന്നാൽ അതിനെ സ്വാഗതം ചെയ്യാതെ കോൺഗ്രസും കൂട്ടുകക്ഷികളും വോട്ട് ചോരി മുദ്രാവാക്യം മുഴക്കുക മാത്രമാണ് ചെയ്തത്. 30 ദിവസത്തെ പരാതി കാലയളവിൽ കോൺഗ്രസ് 1 ആം ആദ്മി പാർട്ടി 1 RJD വെറും 10 പരാതികളും മാത്രം നൽകി അവരുടെ ആരോപണങ്ങളുടെ ശൂന്യത വ്യക്തമാക്കുന്നു. യഥാർത്ഥത്തിൽ വ്യാജപ്പേര് ഒഴിവാക്കിയതോടെ കോൺഗ്രസിന്റെ നിയമവിരുദ്ധ വോട്ട് ബാങ്ക് തകർന്നതാണ് ഇവരുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. സോഷ്യൽ മീഡിയയിലെ മുദ്രാവാക്യങ്ങൾക്കും ഹാഷ്ടാഗുകൾക്കും അപ്പുറം ഒരു തരത്തിലുള്ള പ്രൂഫും നൽകാൻ ഇവർക്കായില്ല. മറുവശത്ത് ഇലക്ഷൻ കമ്മീഷൻ 20 വർഷത്തിനു ശേഷം വലിയ ധൈര്യത്തോടെയും സുതാര്യതയോടെയും നടത്തിയ ഈ നടപടി യഥാർത്ഥ വോട്ടർമാരുടെ, അതായത് ഇന്ത്യക്കാരുടെ അവകാശം ഉറപ്പാക്കുകയും തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. ഇന്ന് ബീഹാറിൽ നിന്നുള്ള സന്ദേശം വ്യക്തമാണ്. വ്യാജ വോട്ടുകളുടെയും കോൺഗ്രസിന്റെ കൃത്രിമ രാഷ്ട്രീയത്തിന്റെയും കാലം കഴിഞ്ഞു. ഇനി ഭാവി നിർണ്ണയിക്കുന്നത് യഥാർത്ഥ വോട്ടർമാരാണ്, യഥാർത്ഥ ഇന്ത്യക്കാരാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.